മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് നിർണായകം. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഇന്ന് ഇടക്കാല ഉത്തരവ്. ഉച്ചയ്ക്ക് 2:30 കർണാടക ഹൈക്കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് M. നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ദിനമാണിന്ന്. രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടൽ എന്ന രീതിയിലുള്ള വിമർശനമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. CPM പാർട്ടി സെക്രട്ടറി തന്നെ വീണ വിജയനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് SFIO നടത്തുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നത്. ഇപ്പോൾ ജിജീഷ് കരുണാകരൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനിർണായകമാണ് ഇന്നത്തെ ദിവസം. കെ പി പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചാണെങ്കിലും മകൾ വീണ വിജയനെ സംബന്ധിച്ചാണെങ്കിലും ഏറ്റവും നിർണായകമായ ഒരു നീക്കങ്ങളിലൂടെ തന്നെയാണ് അന്വേഷണമാണെങ്കിലും ഒപ്പം തന്നെ ഇന്ന് കോടതി വിധിയാണെങ്കിലും വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ അന്വേഷണം SFIO അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടും SFIO അന്വേഷണം തടയണമെന്നും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ SFIOയ്ക്ക് അധികാരമില്ല, കമ്പനി ഓഫ് രജിസ്ട്രാർ അന്വേഷണം നടക്കുന്നു, അതിന് സമാന്തരമായി മറ്റൊരു അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീണ വിജയൻ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും രണ്ട് ഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ SFIOയ്ക്ക് അധികാരമുണ്ട്. വിശദമായി തന്നെ അത്തരം അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന കാര്യമായിരുന്നു SFIO കഴിഞ്ഞ ദിവസങ്ങളിൽ വാദിച്ചത്. എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് SFIOയുടെ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു അന്വേഷണ ഏജൻസി സമാന്തരമായി തന്നെ അതേ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമ്പോഴാണ് SFIO ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും വീണ വിജയനും എക്സലോജിക്കും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ വാദങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് ഇന്ന് 2:30 വിധി പറയുന്നതിനായി കർണാടക ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് നിർണായകമായ ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ SFIOയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ, ഏതെങ്കിലും തരത്തിൽ SFIOയ്ക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിയമ തടസ്സങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. സ്വാഭാവികമായും അത് വീണ വിജയനെ സംബന്ധിച്ചാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നിർണായകമാണ് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിധി. പ്രത്യേകിച്ച് എക്സലോജിക്കിന്റെ കൂടുതൽ ഇടപാടുകൾ, കൂടുതൽ സ്ഥലത്ത് ബ്രാഞ്ചുകൾ ആരംഭിച്ചതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എല്ലാം തന്നെ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം നടക്കുന്നതും ആ അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ വിജയന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവുന്നത്. ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് വരെ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന് SFIOയ്ക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നാണ് വിധിയെങ്കിൽ, SFIOയ്ക്ക് അന്വേഷണം നടത്താമെന്നാണ് വിധിയെങ്കിൽ സ്വാഭാവികമായും കടുത്ത നടപടികൾ ഉണ്ടാകും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടന്നിരുന്നു. CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് 1,72,00,000 രൂപ ലഭിച്ച, യാതൊരു സേവനവും നൽകാതെ, IT അനുബന്ധ സേവനങ്ങളൊന്നും നൽകാതെ 1,72,00,000 രൂപ പല ഘട്ടങ്ങളിലായി നൽകിയ CMRL കരിമണൽ ഖനന കമ്പനി ആയ, വിവാദത്തിലുള്ള കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയിരുന്നു. അവരുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ അന്വേഷണ സംഘം എത്തി നിരവധി രേഖകൾ കൊണ്ടുപോയിരുന്നു, പരിശോധിച്ചിരുന്നു. ഒപ്പം തന്നെ അനുബന്ധമായി KSIDC ഓഫീസിൽ നടത്തിയ, അവിടെ നിക്ഷേപമുള്ള CMRL നിക്ഷേപമുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്, അവിടെ പരിശോധനകൾ നടത്തിയിരുന്നു. അങ്ങനെ സർക്കാരിനെ ഒരേ സമയം സർക്കാരും പ്രതിക്കൂട്ടിലാകുന്നു, മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഇനി അന്വേഷണം എത്തേണ്ടത് എക്സലോജിയിലേക്കാണ്. എക്സലോജിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളുമാണ് ലഭിക്കേണ്ടത്. ഈ രേഖകൾ ലഭിക്കാനുള്ള ഒരു നീക്കത്തിലേക്കും പരിശോധനകളിലേക്കും SFIO കടന്ന ഘട്ടത്തിലായിരുന്നു ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ വീണ വിജയന്റെയും എക്സലോജിക്കിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ രേഖകൾ പരിശോധിച്ചാൽ, അന്വേഷണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വീണ വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിധി ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യുന്നത്. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് അതിൽ എന്ത് തീരുമാനമെടുക്കുന്നു
അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദങ്ങൾക്ക് ശേഷം എന്ത് തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. കമ്പനികാര്യ നിയമത്തിലെ ചട്ടം 210 പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ സഹകരിച്ചിരുന്നു എന്ന കാര്യം വീണ വിജയന്റെ എക്സലോജിക്ക് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അതേ നിയമത്തിലെ 212 ചട്ടപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ല എന്ന കാര്യമാണ് പ്രധാനമായും കോടതിയിൽ അവർ വാദിച്ചിരുന്നത്. അതായത് ജിജീഷ് ഇന്ന് ഈ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ നിർണായകം ഈ SFIOയുടെ ഈ അന്വേഷണം അത് ക്രമവിരുദ്ധമാണ് എന്ന രീതിയിലാണ് എക്സാലോജിക്കിന്റെ നിലപാട്, വീണ വിജയന്റെ നിലപാട്. അതുകൊണ്ട് അന്വേഷണം റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ SFIOയുടെ ഭാഗത്ത് കൃത്യമായ രീതിയിലുള്ള തെളിവുകളാണ് നിർണായകമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഒരു നിരീക്ഷണം നടത്തുക, കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക. നിലവിലെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ, നിർണായകമായ തെളിവുകളടക്കം പരിശോധിക്കുകയാണെങ്കിൽ വീണ വിജയന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത, അല്ലേ? KP, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ ഒന്ന് അനാവരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ SFIO ഉയർത്തിയിരിക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാനപരമായ വാദങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായും SFIO ഇത്തരത്തിൽ ഉള്ള സാമ്പത്തിക ഇടപാടുകളിൽ എല്ലാം തന്നെ വലിയ സാമ്പത്തിക ഫ്രോഡ് കേസുകളിൽ വിശദമായ ഒരു അന്വേഷണം നടത്തുന്ന അന്വേഷണ ഏജൻസിയാണ്. ഈ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അതിന് റെയ്ഡ് അധികാരങ്ങളുണ്ട്, അറസ്റ്റ് അധികാരങ്ങളുണ്ട്. സാധാരണ ഒരു അന്വേഷണ ഏജൻസിയേക്കാൾ ROCയേക്കാൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനേക്കാൾ അധികാര പരിധികളും അധികാരങ്ങളുമുള്ള മറ്റൊരു അന്വേഷണ ഏജൻസിയാണ് SFIO. സ്വാഭാവികമായും SFIOയുടെ അന്വേഷണം വരുമ്പോൾ അത് വീണ വിജയനിലേക്ക് നീങ്ങുമ്പോൾ വീണ വിജയനെ ആവർത്തിച്ച് ചോദ്യം ചെയ്യാൻ SFIOയ്ക്ക് കഴിയും. വിശദമായി തന്നെ ഈ ഒരു മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ വിളിച്ചു കൊണ്ടുവരാൻ SFIOയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ SFIO അന്വേഷണം തടയാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ വാദങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അവിടെ ഒരു SFIOയ്ക്കുള്ള മുൻതൂക്കം നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. കാരണം ബാലിശമായ വാദങ്ങളായിരുന്നു വീണ വിജയന്റെ കമ്പനി ഉയർത്തിയിരുന്നത്, എക്സലോജിക്ക് ഉയർത്തിയിരിക്കുന്നത് കമ്പനീസ് ഓഫ് രജിസ്ട്രാറിന്റെ ROC അന്വേഷണം നടക്കുന്നുണ്ട്, ROC അന്വേഷണം നടക്കുമ്പോൾ SFIO അന്വേഷണം ആവശ്യമില്ല എന്നാണ്. എന്നാൽ സ്വാഭാവികമായും ROC അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പോലും അതിനേക്കാൾ വ്യാപ്തിയുള്ളതാണ് നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്ന് വ്യക്തമാകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ അന്വേഷണം നടത്താൻ കഴിയും. മാത്രമല്ല 135 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന CMRL കമ്പനി രാഷ്ട്രീയ പ്രമുഖർക്ക് അടക്കം നൽകിയിട്ടുണ്ട്. അങ്ങനെ അത് അഴിമതി നിരോധന നിയമത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. രാഷ്ട്രീയ നേതാക്കൾക്കടക്കം ഇത്ര വലിയ ഒരു തുക CMRL നൽകിയിരിക്കുന്നു. ആ CMRLുമായിട്ടാണ് എക്സലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെയും SFIO എന്ന അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ സാധ്യതകളാണ് തെളിയുന്നത്. കാരണം 1,72,00,000 രൂപ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് CMRL കമ്പനി പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള IT സേവനങ്ങളും നൽകി എന്നത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിന് അനുബന്ധമായി തന്നെ 135 കോടി രൂപ CMRL വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ വിശാലമായ അന്വേഷണം നടക്കണമെങ്കിൽ SFIOയെ പോലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ പോലുള്ള ഒരു അന്വേഷണ വിഭാഗം തന്നെ അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മാറിയത് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. CMRLിലെ ദുരൂഹ ഇടപാടിൽ 2021 തന്നെ അന്വേഷണം ആരംഭിച്ചതായി SFIO കർണാടക ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2021 ചട്ടവിരുദ്ധ ഇടപാടിൽ അന്വേഷണം തുടങ്ങിയത്. അതിന്റെ ഭാഗമായി എക്സലോജിക്കിനുടമ വീണ വിജയനിൽ നിന്ന് 2022 ജൂലൈ 22 നേരിട്ട് മൊഴിയെടുത്തിരുന്നു എന്ന വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് SFIO നൽകുകയും ചെയ്യുന്നുണ്ട്. ബംഗളൂരു ROC ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയായിരുന്നു അന്ന് വീണ വിജയൻ മൊഴി നൽകിയത്. അങ്ങനെ ROC അന്വേഷണം നടക്കുകയും ROC അന്വേഷണത്തിനും അപ്പുറത്താണ് ഈ ഒരു ക്രമക്കേടുകളുടെ വ്യാപ്തി അല്ലെങ്കിൽ ആരോപണങ്ങളുടെ വ്യാപ്തി എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അതിന് മുകളിലുള്ള ഒരു അന്വേഷണ ഏജൻസിയിലേക്ക് അന്വേഷണം എത്തുക സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതും ആ അന്വേഷണ ഏജൻസി ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക എന്നതും സ്വാഭാവിക നിയമ നടപടിയുടെ ഭാഗമാണ്, സ്വാഭാവിക അന്വേഷണ നടപടിയുടെ ഭാഗമാണ് എന്ന കാര്യം തന്നെയാണ് ഇവിടെ കർണാടക ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ വാദങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ SFIOയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ
കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളതെന്ന് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും. അതിനെ തടസ്സപ്പെടുത്താനുള്ള വീണ വിജയന്റെ നീക്കങ്ങൾക്കും എക്സലോജിക്കിന്റെ നീക്കങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുന്ന നീക്കങ്ങൾക്കും എല്ലാം തന്നെ തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. SFI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി സമഗ്രമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും.